5Gയുടെ പുരോഗതിയുമായി പൊരുത്തപ്പെടാൻ ഇപ്പോൾ താരിഫുകൾ 5Gയുടെ പുരോഗതിയുമായി പൊരുത്തപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നു. ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫറീസിന്റെ അഭിപ്രായത്തിൽ ജിയോയുടെയും എയർടെല്ലിന്റെയും ദ്രുതഗതിയിലുള്ള ഉപഭോക്തൃ വളർച്ചയും വോഡഫോൺ ഐഡിയയുടെ ഉപയോക്താക്കളുടെ നഷ്ടവും താരിഫ് വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഡാറ്റ ഉപയോഗം, വേഗത അല്ലെങ്കിൽ സമയം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന വില ക്രമീകരണങ്ങൾ വ്യത്യാസപ്പെടാം. ദൈനംദിന ഉപയോക്താക്കളിൽ ഉണ്ടാകുന്ന ആഘാതം ലഘൂകരിക്കുന്നതിനായി ടെലികോം കമ്പനികൾ മിഡ് പ്രീമിയം ഉപഭോക്താക്കളെ കൂടുതൽ ആക്രമണാത്മകമായി ലക്ഷ്യമിടുന്നതായി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. അതേസമയം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ സ്ഥാപനമായ ആനന്ദ് ടെക്നോളജീസ് തദ്ദേശീയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് വിപണിയിൽ പ്രവേശിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ്. അടുത്തിടെ കമ്പനി സ്പേസിൽ നിന്ന് സാറ്റലൈറ്റ് സേവനങ്ങൾ വിക്ഷേപിക്കുന്നതിന് അനുമതി നേടി. അതേസമയം സ്റ്റാർലിങ്ക് ഇപ്പോഴും സമാനമായ അംഗീകാരം നേടാനുള്ള പ്രക്രിയയിലാണ്. 100 GB/s വരെ വേഗത വാഗ്ദാനം ചെയ്യാനുള്ള കഴിവുള്ള ആനന്ദ് ടെക്നോളജീസ് 3000 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം ലക്ഷ്യമിട്ട് 4 ടൺ ജിയോ സ്റ്റേഷണറി ആശയവിനിമയ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ പദ്ധതിയിടുന്നു.